ഞാൻ മഞ്ചേശ്വരത്തെ മലയാളത്തിൽ തന്നെ ഉണ്ടെന്നോ. നമ്മൾ കോർഡിനേറ്റർ അബ്ദുറഹ്മാൻ നമ്മളൊരു ടീമിലുണ്ട്, നമ്മൾ വോളണ്ടിയർ ടീമിലുണ്ട്. നമ്മൾ മഞ്ചേശ്വര താലൂക്കിനെ ഇമ്പ്രൂവ്മെൻ്റ് ആക്കണം എന്നിട്ട് അതിൽ അയാളുമുണ്ട്. അങ്ങനെ അയാൾ വിളിച്ചിട്ടാകുമ്പോൾ ഞാൻ ഒത്തിട്ട് ഇവിടേക്ക് വന്ന്. മഞ്ചേശ്വര താലൂക്ക് എല്ലാത്തിലും വയ്യുണ്ടല്ലേ, എഡ്യൂക്കേഷൻ്റെ ഇതിലായെങ്കിലും നമ്മളത് പോരാ. മെയിൻലി നമ്മൾ പെണ്ണുങ്ങോ കിടാക്കളെ പറ്റിയിട്ട് വലിയ ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. മെയിൻ വേണ്ടിയത് തന്നെ പുരയിൽ പെണ്ണുങ്ങളത് സപ്പോർട്ട് വേണ്ടിയത്. സാലിൽ എത്ര പഠിപ്പിച്ചെങ്കിലും പുരയിൽ അതിലേക്ക് ശരിയായിട്ട് അതിനൊരു ഗൈഡൻസ് കൊടുത്തില്ലെങ്കിൽ, അതിനൊരു നല്ല ഇതിലേക്ക് ബൈക്ക് കൊണ്ടയില്ലെങ്കിൽ എന്ത് പ്രയോജനമാണെന്നില്ല. ഇപ്പോൾ കൂടെ തന്നെ 1400 കിടാക്കൊണ്ട് 50 ടീച്ചർമാരുണ്ട്. അവർക്ക് എത്ര ചിലവാക്കുന്നവരോ സ്കൂളിലോറോ. അപ്പോൾ അവർക്ക് ഇതിൽ വലിയ പ്രോഫിറ്റ് ഒന്നുമില്ല. ഫീസ് സ്കൂളും അല്ലെങ്കിൽ നല്ല ഒരു ഇതിൽ നമ്മളെ അബ്ദുൽ ഖാദർ പ്രിൻസിപ്പാളിൻ്റെ ഇതും കേട്ട് നമ്മളെ ചെയർമാൻ്റെ സ്പീച്ചും കേട്ട് എല്ലാം ഒരു നല്ലൊരു ഉദ്ദേശത്തിൽ ഒരു നല്ല ഇതിൽ നാട്ടിനെ നമ്മളെ നെക്സ്റ്റ് ജനറേഷനെ കൊണ്ടുപോകണമെന്ന ഉദ്ദേശത്തിൽ ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടത്, ലാഭത്തെ ഉദ്ദേശിച്ച് കൊണ്ടുപോകുന്നതല്ല. അപ്പോൾ നമ്മളെ പുരയിൽ മെയിന് പെണ്ണുങ്ങൾ എന്താക്കണോ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഉമ്മമാർ എന്താക്കണോ, അല്ലെങ്കിൽ 5 വക്കത്ത് നിസ്കാരം കറക്റ്റ് ടൈമിന് നിസ്കരിക്കുന്ന പോലെ ആക്കണം. സഭയെ കിടാക്കും അണിക്കുന്നതും ലോഹർ നിസ്കരിക്കുന്നതും വൈകിട്ട് എല്ലാം അത് സിസ്റ്റമായെങ്കിൽ പിന്നെ അത് എപ്പോഴും ഒരു പെർമനൻ്റ് ആയെങ്കിൽ പിന്നെ അവർക്ക് അതേ ഇതിൽ പഠിക്കുന്നതും വരുന്നത്. പിന്നെ നമുക്കൊരു പിന്നൊന്ന് നമ്മളെ ബെനിഫിറ്റ് എന്നതല്ലെങ്കിൽ നമുക്ക് ദീനിൻ്റെ വിദ്യാഭ്യാസം. വലിയ മൊയിലാക്കന്മാർ IAS IPS ഓഫീസറായിനാറ്. കാരണം എന്താണെങ്കിൽ അവർ പഠിക്കുന്ന ഇതുണ്ടല്ലേ, അവിടെ അവർക്ക് ഇത് കിട്ടുന്നത്, ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. അതിനെ നമ്മൾ ശരിയായിട്ട് യൂട്ടിലൈസ് ആക്കണം. പഠിക്കുന്നത് ദീൻ്റെ പഠിച്ചെങ്കിൽ നമ്മളെ ലൗകികമായ പഠിപ്പിന് എന്ത് ബുദ്ധിമുട്ടാകുന്നില്ല. അതിനെ ജണ്ടിനെ ഒക്കത കൊണ്ടുവന്നവർ ഇത് നമ്മളെ ഉമ്മമാർക്ക് വേണം. പിന്നെ ഇപ്പോഴത്തെ കിടാക്കോ എല്ലായിലും നമ്മൾ പണ്ടത്തെ നോക്കിയെങ്കിൽ ഇപ്പോൾ എനിക്ക് 65 വയസ്സായി. ഞങ്ങളെ ഇതിൽ നോക്കിയെങ്കിൽ ഇപ്പോഴത്തെ കിടാക്കോ നന്ന ഒരു ബ്രൈറ്റ് ആയിട്ട് എല്ലാവരും ചെല്ലുന്നവർ. ഓരോ ഇൻ്റലിജൻസ് തന്നെ പിന്നെ ടോപ്പിലുണ്ട് ചെല്ലുന്നവർ. ചെറിയ ഇതിനെ കമ്പ്യൂട്ടറിനെ ചെറിയ കിടാക്കോ യൂസ് ആക്കുന്നതും പുതിയ സംശോധന ആക്കുന്നതും ഇതെല്ലാം ചെറിയ കിടാക്കൾ എത്രയും കാണുന്നത്. നമ്മളെ മുസ്ലിം കിടാക്കളിൽ നിന്ന് എത്രയും ടോപ്പ് സംശോധന ആക്കിയത് നമ്മൾ അയാൾ നോക്കിക്കൊണ്ടോ. അപ്പോൾ അതേപോലെ ഇന്ന് നമ്മൾ കാർണിവൽ ഫെസ്റ്റിവലും അതന്നെ ഒരു ചെറിയൊരു ഹിൻറ്റ് കൊടുത്തിനാര്. പുതിയ നമ്മൾ ഇതാക്കണോ, പുതിയ ഓർക്ക് വരുന്നതിലേക്ക് ഓർക്ക് നമ്മൾ സപ്പോർട്ടാക്കണോ, ഓർക്കൊരു ഓരതിനെ കണ്ടുപിടിക്കണോ. നമ്മൾ എന്താക്കുക, നമ്മളെ മഞ്ചേശ്വരത്തായും കാസർഗോഡായും എന്നതല്ലെങ്കിൽ SLC വന്ന പിന്നെ തന്നെ ഗൾഫിലേക്ക് പോകാഞ്ഞിരുന്നത്. കുറേ ആൾ നല്ലതാന്നറി, കുറേ ആൾ അവിടെ പോയിട്ടും കഷ്ടപ്പെടുന്ന ആൾ എത്രയോ ആളുണ്ട്. ഇപ്പോൾ ബയസന്മാരെയും കുറേ ആളെ കാണുന്നത് അവിടെ എത്ര പണിയെടുത്തിട്ട് ഇവിടെ ലാസ്റ്റ് ബയസന്മാർ വലിയ മൊക്ക ഉസാറായിനാര്. ഗൾഫിൽ പോയാലുള്ള മൊക്ക കുറേ ആൾ ഉസാറായിനാര്. അതിന് ഓരൊക്കെ ലാസ്റ്റിന് ഒരു വലിയ കഷ്ടത്തിലുണ്ടതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഗൾഫിൽ പോകുമ്പോൾ നമ്മൾ നല്ല പഠിച്ചിട്ട് നല്ല ഒരു ക്വാളിഫൈഡ് ആയിട്ട് നല്ല അതിലേക്ക് വേണ്ടി റെഡി ആയിട്ട് പോകണം. അപ്പോൾ ഗൾഫിലായെങ്കിലും നമുക്ക് ചാൻസ് ഉണ്ടാവും, അമേരിക്കയിലായെങ്കിലും ചാൻസ് ഉണ്ടാവും, യൂറോപ്പിലായെങ്കിലും ചാൻസ് ഉണ്ടാവും, ഇന്ത്യയിലായെങ്കിലും നല്ല നല്ല പണിക്ക് പോകാനും നമുക്ക് ഇപ്പോൾ ചെറിയതിൽ തന്നെ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ MCC ഞങ്ങളൊരു ഗ്രൂപ്പ് ഒരു ടീമാക്കിയിട്ടുണ്ടോ, മഞ്ചേശ്വര കമ്മ്യൂണിറ്റി സെൻറ്റർ എന്നിട്ട്. അതിൽ ഞങ്ങൾ എന്താക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് അതിൽ എന്താക്കിയത്, അല്ലെങ്കിൽ NTS എക്സാം AMPൻ്റെ ഒരു ഓൾ ഇന്ത്യ മുസ്ലിം അസോസിയേഷൻ്റെ ഒരു NTS എക്സാം ആക്കിയാൽ, നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ ആക്കിയാൽ. അതിലേക്ക് ഞങ്ങൾ ഇപ്പോൾ 5 സ്കൂളിൽ ഞങ്ങൾ സക്സസ് ആയിന്. ഇവിടെ പീസ് സ്കൂളിനും അബ്ദുറഹ്മാൻ സാഹിബ് ചെല്ലിയിട്ടുണ്ടാവും. ഇവിടെ എത്ര ആൾ എപ്പയർ ആയിന്ന് അറിയില്ല. അപ്പോൾ ആ NTS എക്സാമിൽ ഓരോ ഇൻ്റലിജൻസ് ഓരോ ഇതെല്ലാം ആക്കിയിട്ട് സപ്പോർട്ട് ആക്കുന്നവർ. അത് കൊല്ലം നടത്തുന്നവർ AMPൻ്റെ ഒരു ഓൾ ഇന്ത്യ അസോസിയേഷൻ ഓഫ് മുസ്ലിം പ്രൊഫഷണൽ സെൽഫ് ഓൾ ഇന്ത്യ ലെവലിൽ നല്ല ഇതിൽ നടത്തിക്കൊണ്ടവർ 2020 പിന്നെ നടത്തിക്കൊണ്ടവർ. കഴിഞ്ഞ കൊല്ലത്ത് പിന്നെ ഓഫ്ലൈൻ ആക്കുന്നവർ, പിന്നെ ഓൺലൈനിലുണ്ടായി. അങ്ങനെ അതിൽ സെലക്ട് ആക്കിയ ആൾക്ക് 8, 9, 10 ഡിഗ്രീൻ്റെ ഒരു എല്ലാവരും അതിൽ പാസ്, അതിൽ നല്ല റാങ്ക് എടുത്ത ആൾക്ക് ഓർക്കും എല്ലാവർക്കും IIT പഠിക്കുന്നതായെങ്കിലും നീറ്റ് എക്സാമിലേക്കായെങ്കിലും പിന്നെ IAS IPS അതിലേക്ക് വേണ്ടിയ ഫൈനാൻഷ്യൽ സപ്പോർട്ടും കൂടെ
ആക്കുന്ന അവർ അറേഞ്ച്മെൻറ്റ് കൊണ്ടുവരുന്നത് നല്ലൊരു ഓൾ ഇന്ത്യ ലെവലിൽ ആയിക്കൊണ്ട് എക്സാം ആണ്. എനിക്കിപ്പോൾ നെക്സ്റ്റ് എക്സാമിന് അതേപോലത്തെ NTS ഇത് മാത്രമല്ല, AMP മാത്രമല്ല, വേറെ വേറെ തരത്തിൻ്റെ എക്സാമെല്ലാം ആയിക്കൊണ്ടു ഓൾ ഇന്ത്യ ലെവലിൽ നേഷണൽ ടാലൻറ്റ് സെർച്ച് ആ ചില കിടാക്ക തന്നെ റെഡിയാക്കണം. വേറെ വേറെ തരത്തിൽ കിടാക്കളെ നമ്മൾ വെറും സാലക്ക് പോയി അളക്കാനല്ല, പുരയിൽ നമ്മൾക്ക് ഒരു നല്ല ഒരു വാതാവരണം ഉണ്ടാക്കണം. തച്ചെങ്കിലും പിടിച്ചെങ്കിലും ഒന്നും പ്രയോജനമില്ല. ഓരോ നമ്മ ഒരു പിരിസത്തിൽ ഇതാക്കിയിട്ട് ഓരോ മിന്നെ കൊണ്ടുവന്ന ഓരോ എന്ത് ഓർക്ക് ഓരോ തലയിൽ എന്തുണ്ടോ ഓർക്ക് എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടോ അതിനെ കൊണ്ടുവന്ന ഇത് ഞമ്മാക്കണം. പിന്നെ എല്ലാത്തിനും പിന്നെ വേണ്ടത് നമ്മളെ നല്ല ക്യാരക്ടർ, ബിഹേവിയർ, നല്ല സ്വഭാവം, നല്ല മുണ്ടുന്ന സ്വഭാവം. നല്ല മുണ്ടുന്ന അറിയുന്ന ആൾക്കുണ്ടെങ്കിൽ എന്ത് പഠിപ്പില്ലെങ്കിലും ഒരുപാട് പോയിട്ട് ജയിക്കുവരെ. നല്ല റെസ്പെക്റ്റിൽ വലിയവർക്ക് റെസ്പെക്ട് കൊടുത്ത് മുണ്ടുന്നത് അത് മെയിൻ വേണ്ടത്. അതിനെ നമുക്കിടാക്ക് ഇതാക്കണം. പഠിച്ചാൽ പഠിക്കുന്നതിൽ ഫെയിലായെങ്കിൽ മോശമില്ല. ഒരു ഈ നല്ലൊരു പയക്കുന്ന പറയുന്നല്ലേ ഉണ്ടെങ്കിൽ ഒരു വാട പോയെങ്കിലും ഒരു ഉഷാറായിട്ട് മിന്നക്ക് വരുവാൻ. അതൊന്ന് മനസ്സിൽ വെച്ചോളൂ. ദീനും വേണം, ദുനിയാവും വേണം. ഞാൻ ഈ എനിക്ക് വിളിച്ച ഇത്തെ കമ്മിറ്റിക്ക് ഞാൻ ആഭാരിയായിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഈ മഞ്ചേശ്വര താലൂക്കിനെ നെക്സ്റ്റ് ജനറേഷനെ എല്ലാ വിധത്തിലും മുന്നേ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ടാക്കണം. നമുക്കൊരു ആശമുണ്ട്, മഞ്ചേശ്വര താലൂക്കിനെ നമ്മൾ ഒരു നല്ല ഇതിൽ മാംഗ്ലൂർ നമ്മൾ അടുത്തുള്ള മാംഗ്ലൂർ അത്ര ഡെവലപ്മെൻ്റ് ആയിരിക്കുമ്പോൾ സൈഡിലുണ്ട് നമ്മൾ ഇത്ര ഒരു ഇതിലുണ്ട്. ഞാൻ എങ്ങനത്തെ അവസ്ഥ അല്ലെങ്കിൽ എൻ്റെ ഉമ്മനെ മുഞ്ഞാന്ന് അവിടെയൊക്കെ ആനപ്പയ്ക്ക് കൊണ്ടുപോയിട്ടാകുമ്പോൾ അവിടുത്തെ അവസ്ഥ ശരിയില്ല. ബയ്യക്ക് അവിടുന്ന് പരിഹാരം കൊണ്ടുപോയിട്ടാകുമ്പോൾ അവിടുത്തെ നല്ല ഹോസ്പിറ്റലുണ്ട്, അവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ തന്നെ ട്രീറ്റ്മെൻറ്റ് നമുക്കിവിടെ മഞ്ചേശ്വരത്ത് മെഡിക്കൽ കോളേജ് ആയെങ്കിൽ ഇവിടെ ഒന്ന് ആയിക്കൊണ്ടു, അതും നല്ല ഡെവലപ്മെൻ്റ് ആയെങ്കിൽ അതിൽക്കും നമ്മളെല്ലാം കുറച്ച് ഇതാക്കണം. പിന്നെ അസോസിയേഷൻ ഇത് നമ്മൾ എയിംസ് ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ പ്രയത്നം ആയിക്കൊണ്ടു, അതിൽക്കും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം. ടോട്ടലി നമ്മൾ മഞ്ചേശ്വര താലൂക്കും നല്ലതിൽ മുന്നേ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും നെക്സ്റ്റ് ജനറേഷൻ നല്ലതിൽ വേണ്ടി വേണ്ടിയിട്ടും എല്ലാവരും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും നമുക്ക് ഒന്നിച്ചിട്ട് മുന്നേക്ക് പോകണം. 5 വക്ത നിസ്കരിക്കുന്നതും വരുന്ന നോമ്പും ഇതെല്ലാം നമ്മൾ മനസ്സിൽ വേണം. പഠിച്ച എല്ലാവരും നല്ല കട്ട്. അസ്സലാമു അലൈക്കും.